ഈ വർഷത്തെ ബജറ്റിനായി കാത്തിരിക്കുകയാണ് ജീവനക്കാർ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തവണ വരിക എന്നതാണ് ഏവർക്കും അറിയേണ്ടത്. എന്നാൽ ജീവനക്കാരെ വലയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജീവനക്കാർ ഒന്നടങ്കം ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷകളും ഏറെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇത്തവണത്തെ ബജറ്റിൽ ആദായനികുതി ഇളവുകൾ പ്രഖ്യാപിച്ചേക്കില്ല. നികുതി വ്യവസ്ഥ ലളിതവും അതേസമയം കാര്യക്ഷമവുമാക്കുന്നതിനാകും പ്രാധാന്യം നൽകുക. കഴിഞ്ഞ ബജറ്റിൽ കാര്യമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇത്തവണ അതിനുള്ള സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. സ്രോതസ്സിൽ നിന്നുള്ള നികുതി, അതായത് TDS നിരക്ക് ഏകീകരിക്കൽ, ഗവേഷണ വികസന മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകൽ, നികുതി തർക്കങ്ങൾ വേഗം പരിഹരിക്കാനുള്ള സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയ്ക്കാകും ഊന്നൽ നൽകുക. പുതിയ നികുതി വ്യവസ്ഥയിലാണ് ഈയിടെ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും പഴയ വ്യവസ്ഥ ഉടനെ പിൻവലിക്കാൻ സാധ്യതയില്ല. 28% നികുതിദായകർ പഴയ വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷം ആദായ നികുതി റിട്ടേൺ നൽകിയ 7.28 കോടി നികുതിദായകരിൽ 2.01 കോടി പേരും പഴയ വ്യവസ്ഥയാണ് തിരഞ്ഞെടുത്തതും. വീട്ടുവാടക ആനുകൂല്യം, ഭവന വായ്പയുടെ പലിശ, വകുപ്പ് 80C, 18D, 80E, 80D എന്നിവ പ്രകാരമുള്ള കിഴിവുകൾ നേടാൻ പഴയ വ്യവസ്ഥ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പലരും പഴയതിൽ തന്നെ തുടരുന്നതും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.